ആ സീൻ ആർട്ടിസ്റ്റുകൾ തന്നെ സെലക്ട് ആക്കിയ സീനാണ്. അവർക്ക് വേണമെന്ന് ആവശ്യപ്പെട്ട അവർ തന്നെ അതിൽ പൂർണ്ണമായിട്ട് രേണുസുധിയുടെ സമ്മതം ഉണ്ടായിരുന്നു. കടത്തുന്ന രീതി വന്നേ. ഹലോ കൂട്ടുകാരെ, അപ്പൊ എന്താ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് കുറച്ച് സീരിയസ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷേ ഗൗരവത്തിലൊന്നും അല്ല കേട്ടോ. നമ്മുടെ സോഷ്യൽ മീഡിയ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ചില വീഡിയോകൾ കാണാം. ഡ്രസ്സ് കുറച്ച് കുറവാണെങ്കിൽ വ്യൂസ് കൂടുമെന്നൊരു ലൈന്. സത്യം പറഞ്ഞാൽ നങ്ങേരെ പോലുള്ളവർ അന്ന് മാറിടം മറയ്ക്കാൻ വേണ്ടിയിട്ട് മുല മുറിച്ച് നൽകി സമരം ചെയ്ത നാട്ടിലാണ് ഇന്ന് മുലക്കരം കിട്ടാൻ വേണ്ടിയിട്ട് ചിലർ വസ്ത്രം വരെ അഴിക്കുന്നത്. എങ്ങനെയുണ്ട് വിരോധാഭാസം? ചില DJ പ്രോഗ്രാമുകളെ കണ്ടിട്ടുണ്ടോ? കുറെ പുകയും വെട്ടവും മ്യൂസിക്കും ഒക്കെ കാണും. അവിടെ പാടാനോ ഡാൻസ് ചെയ്യാനോ വരുന്നവർ പാട്ടല്ല കാണിക്കുന്നത്, പകരം പകുതി മുക്കാൽ തുറന്നിട്ട ശരീരം കാട്ടി ഒന്ന് ആടിക്കൊടുക്കുക. ഈ ചാട്ടം കാണാനോ ചൂട്ടിൽ കൂടിയിരിക്കുന്ന ആണുങ്ങൾ. മണ്ടന്മാരെ, ഇതാണോ നിങ്ങൾ കാണാൻ കൊതിച്ചിരിക്കുന്ന ആ ഒരു കല എന്ന് പറയുന്നത്? നോക്കൂ, മെഡിക്കൽ സയൻസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് പുരോഗമിച്ചുള്ള ഒരു കാര്യമാണ്. പൈസ ഉണ്ടെങ്കിൽ ഏത് ഷേപ്പിലും സൈസിലും ശരീരം മാറ്റിയെടുക്കാൻ പറ്റും. ഇതൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുന്ന നിങ്ങളെയാണ് ആ സ്ത്രീകൾ മുതലെടുക്കുന്നത്. അവർക്കറിയാം നിങ്ങളിൽ ചിലരുടെ കണ്ണിലെ ആ ഒരു വിശപ്പ്, ആ വിശപ്പിനെയാണ് അവര് കാശാക്കുന്നത്. ശരിക്കും ഇതിന്റെ മറ്റൊരു വശം നോക്കുവാണെങ്കിൽ വീട്ടിലിരിക്കുന്ന അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ കൗമാരക്കാരായിട്ടുള്ള അനിയന്മാരും മക്കളും ഇതൊക്കെ കാണുന്നുമുണ്ട്. അവർ വിചാരിക്കുന്നത് ഇതാണ് ശരിയായിട്ടുള്ള ലോകം എന്നല്ലേ. സ്വന്തം വീട്ടിലെ സ്വർണം കാണാതെ അയലത്തെ ജനലിലൂടെ ഒളിഞ്ഞു നോക്കുന്നത് എന്തിനാണ് മച്ചാമാരെ? നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങളുടെ പങ്കാളിയിലില്ലാത്ത എന്തത്ഭുതമാണ് ഇവർ ഈ കാട്ടുന്നത്? വിവാഹിതരായ പുരുഷന്മാരോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരെക്കാൾ സുന്ദരികളോ അല്ലെങ്കിൽ ഗുണമുള്ളവരോ ഒന്നുമല്ല ഈ ഒരു കാട്ടിക്കൂട്ടിലൊക്കെ കാണിക്കുന്നത്. അവർക്ക് പണവും വേണം, നിങ്ങൾക്ക് ആവേശവും വേണം. ഇവിടെ കച്ചവടവും നടക്കുന്നു, അത്ര തന്നെ. ഇനി ചില സ്ത്രീകളോട് പറയാനുള്ളത്, വസ്ത്രധാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, അതിൽ ആരും ഇടപെടാൻ വരുന്നില്ല. പക്ഷെ ശരീരം പ്രദർശിപ്പിച്ചാലേ കഞ്ഞി കുടിക്കാൻ പറ്റൂ എന്നുള്ള അവസ്ഥ വരുന്നത് എത്ര പരിതാപകരമാണ്. നിങ്ങൾ ചെയ്യുന്നത് ഒരു കലയല്ല, മറിച്ച് ഒരു തരം ചൂഷണമാണ്. പണ്ട് അടിമത്തത്തിനെതിരെ പൊരിയ നമ്മുടെ ചരിത്രത്തെ നിങ്ങൾ പരിഹസിക്കരുത്. നിങ്ങൾ കാട്ടുന്ന ഈ ഒരു ആട്ടലുകൾ കണ്ട് ഉമിനീർ ഒലിപ്പിച്ചിറങ്ങുന്ന ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളുടെ ലൈവിൽ ഉണ്ടെന്ന് കരുതി അത് നിങ്ങളുടെ വിജയമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അതൊരു വീഴ്ചയാണ്. എന്നാൽ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുവാണെങ്കിൽ ഇതേ പാതയിലൂടെ തന്നെയാണ് ഇപ്പോൾ പല പ്രമുഖ ഇൻഫ്ലുവൻസർമാരും ഒക്കെ പോകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ രേണുസുധി. ഇവരുടെ ആൽബം ഷോട്ടുകളും റീലുകളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അത് മനസ്സിലാകും. അവിടെ മ്യൂസിക്കിനോ അഭിനയത്തിനോ അല്ല പ്രാധാന്യം, പകരം ആ ഒരു ക്യാമറ ആംഗിളുകളുണ്ടല്ലോ അത് ഫോക്കസ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്നാണ്. ഇത് വെറും ഒരു യാദൃശികമല്ല, മറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെയുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണിത്. ഹലോ ഗായ്സ്, എനിക്ക് മൈക്കൊന്നുമില്ല, മൈക്കൊക്കെ മേടിക്കണം. അപ്പം ഇറ്റ്സ് മീ രേണുസുധിയാണ്. അപ്പം ഞാനും എൻ്റെ ബ്രദറും കൂടെ ഞങ്ങളൊരു ഇനോഗ്രേഷൻ പോവുകയാണ് ചേർത്തലയിൽ. ഹിതിക ബ്യൂട്ടി മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ ഇനോഗ്രേഷനാണ്. അപ്പം എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ അടിപൊളിയല്ല. ഇത് ബഹ്റൈനിലെ റോസ് പെറ്റൽസ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഓക്കെ, അതുപോലെ മേക്കപ്പ് നമ്മുടെ എൻ്റെ സ്വന്തം സിനി ചേച്ചിയുടെ ഇവാന ബ്യൂട്ടി പാർലർ ഞാനികൂടിയാണ് ചെയ്തത്. ഓർണമെൻറ്റ്സും അവർ തന്നെയാണ്. അപ്പം എല്ലാ ലുക്കും ഈ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട്, ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു. എനിക്ക് എന്തായാലും ആവിയാ, ഞാനിങ്ങനെ ഇനി ഇതിനകത്ത് സ്പോഞ്ചെന്ന് പറയുന്നവർക്ക് എനിക്ക് ഒരു വിഷയം അറിയാം. എനിക്കറിയാം എന്താണ്, എനിക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമില്ല. സ്പോഞ്ചാണോ ഇത് പിന്നെ എനിക്കറിയാം എന്താണ്, എനിക്കിപ്പോൾ നാട്ടുകാരെ ബോധിപ്പിക്കുന്ന കാര്യമൊന്നും എനിക്കെങ്ങനെ അറിയാമോ? ഫീലിംഗ് വീഡിയോസ് എന്നൊക്കെയാണ് ഇതിനൊക്കെ പേര് പറയുന്നത്. പക്ഷെ കാണുന്നവർക്ക് എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. പഴയ കാലത്ത് സിനിമയിലൊക്കെ ഒരു ഐറ്റം ഡാൻസ് കാണാൻ ആളുകൾ കാത്തിരിക്കുന്ന പോലെയാണ് ഇന്ന് ഇത്തരം റീലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പെന്ന് പറയുന്നത്. ഇവിടെ രേണുസുധിയെ പോലെയുള്ളവർ ചെയ്യുന്ന വീഡിയോകളിൽ അവരെന്താ ചെയ്യുന്നത്, സാരി ഒന്ന് അല്പം താഴ്ത്തി അല്ലെങ്കിൽ ചുരിദാർ ഒന്ന് അല്പം താഴ്ത്തിയും മാറിടമൊക്കെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഷോട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു കളി കാണുമ്പോൾ ശരിക്കും വിഷമം തോന്നും. കാരണം ഇതിനൊക്കെ താഴെ വരുന്ന കമന്റുകൾ ഒന്ന് വായിച്ചു നോക്കണം. അതിൽ കലയെ പുകഴ്ത്തുന്ന ഒരാളെ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പകരം എന്താണ് നടക്കുന്നത്? നഗ്നമായിട്ടുള്ള ലൈംഗിക ചർച്ചകളാണ്. ഇനി ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ വരെ ഇവരെ വീഡിയോകൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. കുട്ടികളുടെ ഉള്ളിൽ ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ശരീരം കാണിച്ചാൽ ഫേമസ് ആകാം എന്നൊരു തെറ്റായിട്ടുള്ള ബോധം അവരിൽ വളരുകയാണ്.
പണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് കണ്ടിരുന്ന പല വിഷയങ്ങളെ ഇന്ന് വെറും കോമാളിത്തരമാക്കി അത് മാറ്റിയിരിക്കുന്നു. വിമർശനങ്ങൾ വരുമ്പോൾ ഇത് എന്റെ ഇഷ്ടം, എന്റെ ശരീരം എന്ന് പറഞ്ഞ് അത് ഒഴിഞ്ഞു മാറാം. പക്ഷെ നിങ്ങൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത് ചെയ്യുമ്പോൾ അത് സമൂഹത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ള സത്യം മറക്കരുത്. പിന്നെ ഇതൊക്കെ കാണുന്ന ആണുങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് ഇവർ ഇതൊക്കെ നിങ്ങൾക്കായിട്ട് ഫ്രീ ആയിട്ട് തരുന്നതാണ് എന്നുള്ളതാണ്. അല്ല സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഓരോ വ്യൂസും അവർക്ക് ഡോളറുകളാണ്. നിങ്ങളുടെ വികാരം അവർക്ക് വെറും ബിസിനസ് മാത്രമാണ്. രേണുസുതി ആയാലും മറ്റാരായാലും ശരി, കലയുടെ പേരിൽ അശ്ലീലം വിൽക്കുന്നത് ഒരു ട്രെൻഡ് ആയിട്ട് മാറ്റരുത്. ശരീരം കാണിക്കാതെയും നല്ല കണ്ടന്റുകൾ ചെയ്യാൻ ഇവിടെ കഴിവുള്ള എത്രയോ പേരുണ്ട്. അവരെയൊന്നും കാണാൻ ആളില്ലാത്തതാണ് ഇത്തരം പ്രദർശനക്കാരുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത്. നമ്മൾ പ്രതികരിക്കേണ്ട സമയം ഇവിടെ അതിക്രമിച്ചിരിക്കുകയാണ്. ഇത്തരം വീഡിയോകളൊന്നും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് എന്ത് കാണണം, എന്ത് കാണണ്ട എന്ന് പറഞ്ഞു കൊടുക്കുക. നോക്കൂ, ഇവിടെ രേണുസുതി ആയാലും മറ്റ് ഇൻഫ്ലുവൻസർമായാലും അവരൊന്നും മണ്ടികളല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇവർക്ക് കൃത്യമായിട്ട് അറിയാം മലയാളിയായ ശരാശരി ആണിന്റെ ഒരു സൈക്കോളജി എന്താണെന്നുള്ളത്. ഒരു പാട്ടിന് ഡാൻസ് കളിക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് നടന്നു വരുമ്പോഴോ ക്യാമറ എവിടെ വെക്കണം, സാരി എവിടെ മാറ്റണം എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇതിനെ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞ് ഐ ബോൾസ് പിടിച്ചെടുക്കുക എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ്. അതായത് നമ്മുടെ കണ്ണുകളെ അവിടെ ഉടക്കി നിർത്തുക എന്നുള്ളത്. അവിടെ വിൽക്കപ്പെടുന്നത് കലയല്ലല്ലോ, മറിച്ച് നമ്മുടെ ഉള്ളിലെ ആ പഴയ കണ്ടം വഴി ഓടേണ്ട ഒരു ചിന്താഗതികളെയാണ്. ഇത് കാണുന്ന 10 വയസ്സുകാരൻ വിചാരിക്കുന്നത് ഇതാണ് ലൈഫ് എന്നാണ്. അവിടെയാണ് ഈ ഒരു കളി പാളുന്നത്. ശരിക്കും ഇവർക്ക് പൈസ കൊടുക്കുന്നത് ആരാ എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ്. ഇവരുടെ ഓരോ അശ്ലീല പോസ്റ്റിന് താഴെ പോയിട്ട് ചേച്ചി സൂപ്പർ, അടിപൊളി എന്നൊക്കെ കമന്റ് ഇടുന്നവരും ഇത് ഷെയർ ചെയ്യുന്നവരും ഉള്ളിടത്തോളം കാലം അവർ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും. രേണുസുതിയുടെ വീഡിയോകളൊക്കെ എടുത്ത് കൊച്ചു പിള്ളേർ വരെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ ശരിക്കും പേടി തോന്നും. കാരണം ആ പിള്ളേരുടെ തലയിലേക്ക് നമ്മൾ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? നിനക്ക് വിവരമില്ലെങ്കിലും വേണ്ടില്ല, 4 തുണി അഴിച്ചാൽ നീ സ്റ്റാർ ആകുമെന്നല്ലേ? ഇത് വലിയൊരു സാമൂഹിക ദുരന്തത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളോ അമ്മമാരോ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവർക്കില്ലാത്ത എന്ത് എക്സ്ട്രാ സാധനമാണ് ഈ ഒരു ഫോൺ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്? വെറുതെ ഡേറ്റിയും കളഞ്ഞ് സമയവും കളഞ്ഞുള്ള അന്തസ്സും കളഞ്ഞ് ഇതിന്റെ പിന്നാലെ പോകണോ? പിന്നെ ഇത് കാണുന്ന സഹോദരങ്ങളോട്, ഈ കാണുന്നതൊന്നുമല്ല യഥാർത്ഥ സൗന്ദര്യം. ഒരു പെണ്ണിന്റെ അന്തസ്സും അവളുടെ വ്യക്തിത്വവുമാണ് അവളെ സുന്ദരിയാക്കുന്നത്. അത് തിരിച്ചറിയാനുള്ള പക്വത നമുക്ക് വേണം. പിന്നെ ഇത്രയും കോഷ്ടികൾ കാണിക്കുന്ന നമ്മുടെ സഹോദരിമാരോട് പറയാനുള്ളത്, വൈറലാകാൻ എളുപ്പ വഴികൾ ഒരുപാടുണ്ടാകും. പക്ഷെ അതുവഴി കിട്ടുന്ന പേര് അത് ആയുസ് ഉണ്ടാകില്ല. അന്തസ്സോടെ ഉള്ളടക്കം ചെയ്ത് വളരാൻ നോക്കുക. നല്ലതിനെ കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇത്തരം തരം താഴ്ന്ന രീതികളെയും അവഗണിക്കുക. കാണാൻ ആളില്ലെങ്കിൽ ഈ ഒരു ചന്ത താനെ പൊട്ടിക്കോളും. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലേ ഉള്ളൂ. അത് ഇതുപോലെയുള്ളവരുടെ വ്യൂസ് കൂട്ടി കൊടുക്കാൻ മാത്രമായിട്ട് കളയരുത്. അന്തസ്സായിട്ട് ജീവിക്കുക, അന്തസ്സുള്ളത് മാത്രം കാണുക. അപ്പൊ ശരി, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മൾ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ, അതോ പറഞ്ഞത് കൃത്യമാണോ? താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.